പീടിയിലേക്ക് പാല് കൊടുത്തേക്കോ? അമ്മ പശുവിനെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് വേഗം ആവാൻ പറ, നേരെ ഉച്ചയായി. എന്നെ അമ്മയുടെ എങ്ങനെയാ പശുവിനെ കിടക്കുന്നത്? അയത്മാമ ചെയ്യില്ലേ? അച്ഛനോ? നിനക്കറിഞ്ഞൂടെ? മേലണങ്ങി ഒരു ജോലിയും ചെയ്യില്ല അച്ഛൻ. അമ്മൂടതി അമ്മ വിളിക്കണം ചെല്ലു. വരണോ? അയ്യപ്പനെ എന്താ കുട്ടി ഈ പാലങ്ങ് നിർത്തി വെക്ക്. ശേഷം എന്താ താമസിച്ചത്? കറവക്കാരൻ വരാൻ താമസിച്ചു. ശങ്കരനായ പാലയച്ചതാ. കൊള്ളാമോ? തനി പച്ചവളം തന്നെ തിളപ്പിച്ച് നോക്കിയോ? ഈ പച്ചവളം തിളപ്പിക്കണോ? ഇത് പറ്റില്ലല്ലോ. ആ തൊടിയിലെ കിണറ് വെച്ചിട്ട് ഒരു മുമ്പാലും പണം ഉണ്ടാക്കാവുന്ന അവന്റെ വിചാരം. അത് നിർത്തുക നല്ലത്. നിർത്തിക്കോ. എന്റെ കാര്യം കച്ചവടം നിർത്തുക. ആ ശങ്കരൻ നേരൊക്കെ ഒരു തോറ്റുണ്ട്. എന്തിയെ? അത് പാലെന്നും പറഞ്ഞ് പച്ചവെള്ളം കൊടുത്തേറ്റാ എന്താ ചെയ്യുക? അമ്പറ വീരാ വരട്ടെ. പാരി ശങ്കരനാരോട് പോകാൻ പറയാൻ. നിങ്ങളുടെ മോള് ഇപ്പൊ കൊണ്ടുവരില്ലേ നല്ല ശുദ്ധമായ പശുപാല്? ഇല്ല പിന്നെ അമ്മ വീടിലേക്ക് പറഞ്ഞു പോവാ. വേഗം വരണം. ചായ ആവശ്യമുള്ള ഒരു പീടിയിൽ പോയി കുടിച്ചോ. അഭിനന്ദ നീ എന്താ ഇവിടെ ചെയ്യുന്നു? ഞാൻ പുള്ളിയെ സഹായിക്കേ. വലിയ സഹായം. ചായ ഇത്തിരി കടുപ്പത്തിലിട്ടോ. ഇനി നമ്മുടെ അധികാരനെ കണ്ടില്ലല്ലോ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആളെങ്കിലും എത്തിയല്ലോ. ഇപ്പൊ നിങ്ങളെ പറ്റി പറഞ്ഞ് നാട്ടിങ്ങനെ എഴുതിട്ടോ. അപ്പുണ്ണി നമ്മുടെ പതിവുകൾ പോകട്ടെ. അല്ലാതെ നിങ്ങൾ ഇത്തവണ മക്കത്തൊന്ന് മണിയിലേക്ക് പറഞ്ഞാ പോയത് എന്താണ്? നിങ്ങൾക്ക് പിടിച്ചില്ലേ? വലിയ പക്ഷിന്റെ ഔട്ട് കയറിയല്ലേ നമ്മൾ പറഞ്ഞത്. നിങ്ങളത് പറയണ ശരിക്കൊന്ന് പറഞ്ഞു കൊടുക്കി രാജ്യാരെ. അധികാരി ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഈ വിമാനം എന്ന് പറയുന്നത് നിങ്ങളുടെ കൃഷ്ണകാന്തിയെക്കാളെ വലുതാണല്ല. കൃഷ്ണകാന്തി എന്ന് വെച്ചാൽ നിങ്ങളെ ഗരുഡ ചങ്ങാതിയെ, പാമ്പിന്റെ ശത്രു. പത്രക്കടലാസിൽ എഴുതുന്ന പോലെ അത് പറഞ്ഞു കൊടുക്കി രാജ്യാരെ. എന്നാ നീ പറഞ്ഞു കൊടുക്കും. അതെങ്ങനെ എങ്ങനല്ലേ പോയത്? എന്നാ കേട്ടോ. ആദ്യം തന്നെ ആ പെരുത്ത ജന്തു താവളത്തിലേക്ക് ഓടി വന്നിട്ട് മൂട് തിരിഞ്ഞു കൊടുക്കും ഇപ്പോൾ. പിന്നെ 4 ആൾ മുട്ടിത്തള്ളി ഒരു കോണുണ്ട്. അത് അതിന്റെ മൂട്ടിൽ ഫിറ്റ് ചെയ്യും. പിന്നെ ബാധന തുറക്കും. അപ്പൊ അവിടുത്തുള്ള പാസഞ്ചർമാര് കോണിപ്പടി വഴി താഴത്തോട്ട് ഇറങ്ങി കൊടുക്കും. പേർക്ക് കാത്തു വെക്കുന്ന പാസഞ്ചർമാരുണ്ടല്ല, അവര് കോണി വഴി ഔട്ട് കയറി പോയി വാതിൽ വലിച്ചടക്കും. പിന്നെ എഞ്ചിൻ സ്റ്റാർട്ടായി. അത് കഴിഞ്ഞ് മൂരി മുക്കറ കുത്തുന്ന പോലെ ഷർട്ട് ഉണ്ടാക്കിക്കൊണ്ട് കണ്ണുടച്ച് ഒരൊറ്റ പാറ്റില്ല. ഇന്ന അവിടെ ആരാച്ചെത്തി അയാളെ കുറച്ച് അയലോടൊക്കെ അടുപ്പത്തി കൂട്ടിക്കുമ്പോഴേ തൊണ്ട പൊട്ടിപ്പോയി. കച്ചവടം ഇപ്പൊ എങ്ങനെ ഉണ്ടായി? ഇപ്പൊ നായര് കാശുണ്ടാക്കിയെന്ന് അതിന് ഇയാൾ എനിക്ക് കമ്മീഷൻ തരണം. തറവാട് ഭാഗം വെച്ച് വിറ്റപ്പോ ഞാനാ പറഞ്ഞ ഇയാളോട് ചായപ്പീടി തുടങ്ങാൻ. അന്ന് ഇയാളൊന്ന് മടിച്ചു. അത് ഓരോരുത്തരും മുടക്കാൻ നോക്കിയിട്ടാ. അതെന്താ? സാമൂഹിക പഠനായന്മാരായിരുന്നു കൂറുക. അതുകൊണ്ട് ചായ വിൽക്കുന്നത് കുറച്ചാണ് എല്ലാവരും പറഞ്ഞു. അത് കേട്ട് മിണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. ഇവനെ കണ്ടിട്ടാ ഞാൻ ഇയാളും ചായപ്പീടി തുടങ്ങാൻ പറഞ്ഞു. ഓനെപ്പോലെ തടി കുനിയെ പണിയെടുക്കാൻ ഒരാൾ ഈ നാട്ടിലുണ്ടാ. പക്ഷെ ഒരു കാര്യം, അവൻ അവകാശപ്പെട്ടത് കൊടുക്കാം. അതുപോലെ പറയുന്നുണ്ടോ അറിയാറി? അപ്പുണ്ണിയുടെ മുറപ്പുണ്ടല്ലേ? അപ്പുണ്ണി അമ്മൂനെ വേഗം കിട്ടി വാങ്ങിച്ചോ. അസു ഈ ആ പാട്ടൊന്ന് പാടിക്കേ. ഏത് പാട്ട്? ആ സിനിമയിൽ ആ പെണ്ണ് പാടുന്ന പാട്ടേ.
നായിന്റെ മോനെ ഇജ്ജിങ്ങിട് വാ അജ്ഞാത ഗായക അരികിൽ വരൂ അജ്ഞാത ഗായക അരികിൽ വരൂ ആരാധികൾ. എന്റെ കുമാരൻ ഇങ്ങോട്ട് വന്നു. ഓല്ലോ ഇരിക്കുന്നു. നേരം എടുത്ത് അന്തി അവളും തെണ്ടി നിൽക്കും. എന്ത് സ്കൂൾ കൊണ്ടടാ നടന്നു. നമസ്തേ നമസ്തേ. ഉണ്ണികൃഷ്ണൻ OV, വിനോദ് A, സുധീഷ് MK, പ്രഭാത് T, പ്രസീത C, റീന KV, കുമാരൻ AD, കുമാരൻ AD. എല്ലാവരും ഉണ്ടല്ലോ. എന്നാ നമുക്ക് കലക്കരിക്ക് കിടക്കാം. ഈ കണക്ക് ചെയ്തോളൂ. രണ്ടാമത്തെ ആഴ്ച ചെയ്യാൻ പാടില്ല അല്ലേ? ഞാൻ പറഞ്ഞനുസരിച്ചാൽ മതി. ഇങ്ങോട്ട് പഠിപ്പിക്കുന്നു വേണ്ട. ഇരിക്കണേ വലഞ്ഞ എന്റെ നാരായണന്മാര് സ്കൂളിൽ പിന്നീന്റെ ജോലി കിട്ടിയപ്പോ നാട്ടുകാരൊക്കെ പറഞ്ഞെന്താ അറിയാം, കരുണാകരന് സ്വർണം കിട്ടി. ഞാൻ വിചാരിച്ചെന്താ അറിയാം, മാഷന്മാർ സമരവും കുട്ടികളെ സമരവും ഇതെല്ലാം കൂടിയായിട്ട് കുറച്ച് ഒഴിവ് കിട്ടുമല്ലോ എന്ന് വിശ്വസിച്ചിട്ടാണ് ഞാൻ ഈ ജോലി ചേർന്നത്. എന്നിട്ട് എന്ത് പറ്റിയെന്നോ ഇത് പറയുമ്പോ നമ്മളൊന്ന് തെറ്റായത്. നായര് വർഗബോധമുള്ള ഒരൊറ്റ അധ്യാപനം ഒരു കുട്ടി സ്കൂളുണ്ടോ ഉണ്ടോ? എല്ലാം കാലത്ത് അടിച്ചുകൂട്ടി ഇങ്ങോട്ട് വരും. എന്നെ ഇതിന് എനിക്ക് വിടാൻ പറ്റിയ വല്ല രാഷ്ട്രീയപാർട്ടിയിലുണ്ടോ? ഉണ്ടോ? അതുമില്ല. ഓരോരോ വലിയ വലിയ സ്കൂളിലെ കഥകൾ വെക്കുമ്പോ ഇങ്ങനെ കൊതിയാവുകയാണ്. അവിടെയൊക്കെ എങ്ങനെയാ? 2 ആഴ്ച മാഷന്മാർ സമരം, 2 ആഴ്ച കുട്ടികളെ സമരം. എന്തൊരു സന്തോഷമായിട്ടാണ് അവരൊക്കെ കഴിഞ്ഞു കൊടുത്തിട്ട് നമുക്കാണ് കുറച്ച് ഒഴിവ് കിട്ടി. ആ ഒഴിവാഴ്ച ആ കൃഷിക്കാര്യങ്ങളൊക്കെ നോക്കി ഒന്നുമില്ലെങ്കിൽ സ്വന്തം ഭാര്യ വീട്ടിൽ പത്തിച്ചുപോയില്ലേ. കേട്ടോ ഒരു സെക്കൻഡ് വെറുതെ എടുക്കാൻ സമ്മതിക്കില്ല. ഈ മത്സ്യ സ്കൂൾ എന്റെ ജീവിതത്തിലാണ് ഞങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് ആ പശുവിനെ മൃഗാശുപത്രി കൊണ്ടുപോകാം. എന്തിനാ? നീ ഇങ്ങോട്ടും ചോദിക്കണ്ട, കൊണ്ടുപോയാൽ മതി. ഡോക്ടറോട് എല്ലാം ഗുരുവാ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുഞ്ഞലക്ഷ്മിക്ക് എന്നെ കുഴപ്പം എന്നോ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി മേടിച്ചു വന്നാൽ മതി. പിന്നെ അതിനു മുമ്പ് ചായ. വൈകാനും കുഴപ്പമില്ല. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കണം. അടക്കാണ് കൂടി മൊത്തമായി വാങ്ങുന്ന അടക്കയിൽ നിന്നും ഒരു എനിക്ക് 1, മാഷന്മാർക്ക് 6, മൊത്തം 7 ചായ. ചായ കള്ളാതെ കൊണ്ടുപോകല്ലേ? സർവീസ് ചട്ടങ്ങളിലെ അതിനുള്ള വ്യവസ്ഥയില്ല. എനിക്കുള്ള ഇങ്ങോട്ട് വെച്ച് മാഷന്മാർക്കുള്ള അങ്ങോട്ട് പോട്ടെ. അപ്പല്ലേ 1, 2, 3, 4 ഏറ്റവും കൂടുതൽ സ്ഥലം ഏതാണ്? സുധാകരൻ നെക്സ്റ്റ് ഗുഡ്. എത്തിയോ നീതൻ? എന്നാ പിന്നെ കല്യാണം എന്നായിരണ്ടാ കഴിഞ്ഞ പോലെ തന്നെ അല്ലേ? പെണ്ണ് കൂടെ തന്നെയല്ലേ താമസം അല്ലേ അപ്പുണ്ണേ? കല്യാണത്തിന് ക്ഷണിക്കില്ലേ? കല്യാണം കഴിഞ്ഞിട്ട് വേണം അപ്പുണ്ണിക്ക് താടിയൊക്കെ പഠിച്ചത് സുന്ദരനാവാൻ.